Hello dear friends, welcome back to our channel. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു പായസമാണ്. ഈ പൈനാപ്പിൾ ഞങ്ങളെ വീട്ടിൽ ഉണ്ടായതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പൈനാപ്പിൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പൈനാപ്പിൾ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കണം. ഈ പൈനാപ്പിൾ എൻ്റെ ഉപ്പ കൊണ്ടു തന്നിട്ടുള്ളതാണ് കേട്ടോ, പറമ്പിലുണ്ടായിട്ടുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൊണ്ടൊരു പായസം ഉണ്ടാക്കാമെന്നുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള പൈനാപ്പിൾ ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 2 വിസിലടിച്ചാൽ മതി കേട്ടോ കുക്കറിൽ. ഇത് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ കുറച്ച് കട്ടിയുള്ള പാത്രം സ്റ്റൗവിൽ വെക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ മൂടി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഒന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ കുറേശ്ശെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. മധുരം അധികം ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. അതിലിടയ്ക്ക് ഞാൻ കുറച്ച് ചവ്വരി ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് റെഡി ആകുമ്പോഴത്തേനും അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ചധികം വെള്ളത്തിൽ വേണം ചവ്വരി വേവിക്കാൻ വെക്കാനായിട്ട്. അതാ ചവ്വരിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവണം, ഒരു ഗ്ലാസിൻ്റെ പോലെ ആവണം. അപ്പോഴാണ് നമ്മളിത് ഇതിൽ നിന്ന് മാറ്റുക. അപ്പോൾ അതാ ചവ്വരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചവ്വരി എന്തിനാണ് ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ടാണ്. ഇത് അത്യാവശ്യം വെള്ളം പോലെയാണ് ഈ പായസം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊരു കട്ടിയാവാൻ വേണ്ടിയിട്ട് ചവ്വരി കൂടി ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 2-3 പാല് കൂടിയിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 കപ്പ് 3-3.5 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് 1-ാം പാലും കൂടിയും ചേർത്ത് കൊടുക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇനി ഇത് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്കായൊക്കെ ഒന്ന് പൊടിച്ച് ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് എടുക്കുന്നില്ല, കാരണം ഇവിടെ അത് ഇല്ല. ഇവിടെ ഇപ്പോൾ ലോക്ക്ഡൗണും കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അണ്ടിപ്പരിപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, മുന്തിരി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് പായസത്തിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അധികം സമയമൊന്നും വേണ്ട. നമ്മളിതൊക്കെ വേവിച്ചെടുക്കുന്ന കാരണം പെട്ടെന്ന് ഇത് റെഡിയാവും. ഇനി ഇതൊന്ന് അടച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ പൈനാപ്പിൾ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഒരു വെറൈറ്റി പായസം തന്നെയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം ഇനി അടുത്തൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.